ഹായ് വിവേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചൊരു സൊല്യൂഷൻ, നിങ്ങളുടെ ജീവിതത്തിലെ കഥ, നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതി നോക്കാം, അതിനുശേഷം ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥനകളും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും ഈശോൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, കുടുംബത്തിൻ്റെ ഐക്യത്തിനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹെൽത്ത് ഇഷ്യൂ, ഫിനാൻഷ്യൽ മാറ്റർ, എല്ലാത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കനിങ്, അതായത് നിങ്ങളുടെ ഊർജ്ജ ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രാർത്ഥനയും നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതവും ആത്മീയ ജീവിതവും തമ്മിൽ ബാലൻസിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം എപ്പോഴും വരുന്നത് നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ ആത്മീയമായിട്ടുള്ള പാതയിൽ കൂടെ പോകുന്നവരാണെന്ന്, പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല. ഇവിടെ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങൾ അതേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കും. അതുകൊണ്ട് ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു ഭാവം നിങ്ങൾ ഇന്ന് തൊട്ട് കളയുക. നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബൗണ്ടറിയിലുള്ള ആളാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള വഴിയിൽ കൂടെ പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാവരും നിങ്ങളെ പോലെ ആകണമെന്നില്ല. കുറച്ച് നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതായത് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം നേരെയാകുന്നതാണ്. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു സമയം ആവുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ 5 പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഒരു പ്രോബ്ലം ദൈവത്തിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. ചില സമയം നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ചില സമയം നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യുക. ഈ കാണുന്ന ഏതോ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് മറ്റുള്ളവർ അവരെക്കുറിച്ച് മോശമാണ് ചിന്തിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഈ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെക്കുറിച്ച് മോശമാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ. ഇവിടെ ഓരോ രീതിയിലുള്ള ആൾക്കാരും ഓരോ ആൾക്കാരുടെയും ജീവിതത്തിലുണ്ട്. അതായത് മോശം ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ എല്ലാം മോശം ആൾക്കാരാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ മിത്രങ്ങളിൽ നിങ്ങളുടെ തെറ്റ് മാത്രം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക. നിങ്ങൾക്ക് നല്ലത് മാത്രം പറഞ്ഞു തരുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൂടെ കൂട്ടുക. എനിക്കറിയാം നിങ്ങൾ അനുഭവിച്ച ആ ഒരു അവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ആരെയും വിശ്വാസമില്ലാത്തത്. നിങ്ങളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും പ്രോബ്ലത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ ഒരിക്കലും ത്യജിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി റെഡിയായിട്ടിരിക്കാൻ ആ സമയം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ഏത് രീതിയിലാണോ ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ജീവിതം നിങ്ങളെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കെപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ജീവിക്കാൻ സാധിച്ചിട്ടില്ല. പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയമുണ്ട്, ഒരു കൺഫ്യൂഷനുണ്ട്. എന്ത് കൺഫ്യൂഷനായാലും എന്ത് പേടിയായാലും നിങ്ങൾ ഈശോനോട് പറയുക. എന്തുണ്ടെങ്കിലും ഈശോൻ അത് കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ അദ്ദേഹം തരുന്നതാണ് നിങ്ങൾക്ക്. ചില ആൾക്കാർക്ക് പോവേണ്ട ഡയറക്ഷൻ പേടിയാണ്. അപ്പോൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഓരോ തീരുമാനത്തിൻ്റെ കൂടെ ഈശ്വരൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടോ അത്രത്തോളം നല്ല തോട്ട്സും വരാറുണ്ട്. അങ്ങനെയല്ലേ? ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാം നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോവുക. ഒരു ഡയറക്ഷൻ കിട്ടാതെ കൺഫ്യൂഷനിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ശരിയായ ഒരു ഡയറക്ഷൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നറിയാം. അതിലെത്താൻ കുറച്ച് കഠിനമായ വഴി കൂടെയാണ് നിങ്ങൾക്ക് പോകേണ്ടതും എന്നും നിങ്ങൾക്കറിയാം.
അപ്പോൾ ആ ഒരു കഠിനമായ വഴിയിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലെത്താൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കരമായിട്ടൊരു വീർപ്പ് മുട്ടലും ടെൻഷനും ഭയങ്കരമായിട്ടൊരു എങ്സൈറ്റി എല്ലാം നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ എനിക്ക് കാർഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അത്രമാത്രം വിഷമിക്കുകയാണ് ആ ഒരു ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ബിലീവ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നിങ്ങളുടെ മുന്നിൽ സൊല്യൂഷൻ കാണത്തില്ല. ഒത്തിരി പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതിൻ്റെ എല്ലാം സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നാണ്. അല്ലാതെ ഈ ഒരു പ്രശ്നങ്ങളെ കണ്ട് പേടിച്ച് മാറി നിൽക്കരുത്. ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം മോശമായിട്ടാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഉത്തരം എവിടുന്നോ ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് കുട്ടികളുടെ മുഖം കാണുവാൻ സാധിക്കുന്നു. മൊബൈലിലോ ടി വിയിലോ, അതായത് ചിരിച്ചുകൊണ്ടുള്ള ഒത്തിരി കുട്ടികൾ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൻ്റെ സൊല്യൂഷൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന്. ഇങ്ങനെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ലഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഊർജം വരുന്നു, ഒരു പ്രകാശം വരുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് മാറി പ്രകാശം വരുവാൻ പോകുകയാണ് എന്നുള്ള ഒരു സമാധാനം നിങ്ങൾക്കുണ്ടാകുന്നു. നെക്സ്റ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പോൾ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നടക്കുന്നത് എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയിലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രമുള്ളത്, എനിക്ക് എപ്പോഴാണ് സന്തോഷമായിട്ടിരിക്കാൻ സമയം കിട്ടുക, എപ്പോഴാണ് മനസ്സറിഞ്ഞ് ഹൃദയം തുറന്ന് ചിരിക്കാൻ സാധിക്കുക എന്നൊക്കെ നിങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സ് തുറന്നും ഹൃദയം തുറന്നും സന്തോഷിക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ആരെയാണോ ഇഷ്ടദൈവമായിട്ട് കാണുന്നത് അവരുടെ ആശീർവാദം, അവരുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അവരുടെ കൃപ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. ഇതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ കരിയറിൽ വളരെ പെട്ടെന്നൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ജോബിലാണ്, നിങ്ങൾക്ക് പ്രമോഷൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ആഗ്രഹവും സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും തടസ്സം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു പ്രമോഷൻ ലഭിക്കും. ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിൽ നിന്ന് വളരെ സന്തോഷമായിട്ടാണ് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ എല്ലാ വിഷമവും മാറ്റി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കൂ. ഇനി നിങ്ങൾ ട്രാൻസ്ഫർ ആണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രാൻസ്ഫറും ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക്. ഇനി നിങ്ങളുടെ എന്തെങ്കിലും വലിയൊരു എമൗണ്ട് പൈസ ആരെങ്കിലും കടം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്നുണ്ട് എങ്കിൽ അവർ പൈസ തിരികെ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ വിചാരിച്ചു അവർ ഇനി എപ്പോഴാണ് എനിക്ക് തരുന്നത് എന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ആ വാങ്ങിച്ച പൈസ തരുന്നതാണ് പെട്ടെന്ന് തന്നെ. നിങ്ങളെപ്പോഴും ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മളെയും കാട്ടി വയസ്സിന് മൂത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നിങ്ങളുടെ വായിൽ തോന്നുന്നത് നിങ്ങൾ വിളിച്ചു പറയുന്നു വയസ്സിന് മൂത്ത ആൾക്കാരോട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ഫേവറിൽ വരുന്നതാണ്, നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ. കാരണം നമ്മുടെ വയസ്സിന് മൂത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുതുല്യരാണ്. അപ്പോൾ അവർ നമ്മൾ ആദ്യം റെസ്പെക്റ്റ് കൊടുക്കണം. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന് മാറ്റം വരുത്തുവാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനോഭാവം വന്നതിന് നല്ല സൂചനയാണ്. നിങ്ങൾ വളരെയധികം പാഷനേറ്റീവാണിപ്പോൾ. കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്തോ ഒരു ആഗ്രഹം, ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്രമാത്രം പാഷനേറ്റ് ആയത്. ആ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും നടക്കുന്നതാണ്. ഒരു മനുഷ്യൻ അത്രത്തോളം ലക്ഷ്യം സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു വർത്തമാന കാലഘട്ടത്തിലെ ആ ഒരു ചിന്തയും അതിനുള്ള സൊല്യൂഷനുമാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും. പക്ഷേ ചില കാര്യം, എന്തോ ഒരു കാര്യമുണ്ട്, അത് ദൈവത്തിൻ്റെ ആ ഒരു സമയമായാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.